നമസ്കാരം. ദ ഹിന്ദു പത്രത്തിൽ നിന്നും ലേണേഴ്സ് IAS സ്റ്റഡി നോട്ട്സിൽ നിന്നും തിരഞ്ഞെടുത്ത വിവരങ്ങളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് UPSC സിവിൽ സർവീസ് പരീക്ഷാ തയ്യാറെടുപ്പിന് വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ വിശദമായിട്ടൊന്നും നോക്കാൻ പോവാണ്. ഇന്ത്യയിലെ പണപ്പെരുപ്പ് നിരക്കുകൾ, കാസിരംഗയിലെ പക്ഷി വൈവിധ്യം, പിന്നെ ഇന്ത്യ-യൂറോപ്പ് ബന്ധങ്ങൾ, സ്റ്റെം രംഗത്തെ സ്ത്രീകളുടെ പങ്കാളിത്തം, സ്ത്രീധന മരണങ്ങൾ, ഇന്ത്യയിലെ നിക്ഷേപമാന്ദ്യം, ആ താലിസ്മാൻ സേബർ സൈനികാഭ്യാസം, ആൻഡമാനിലെ ആദിവാസി ഗോത്രങ്ങൾ, ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന വിഷയങ്ങൾ. അപ്പോ നമുക്ക് പണപ്പെരുപ്പിന്റെ കാര്യത്തിൽ നിന്ന് തുടങ്ങിയാലോ? ജൂണിലെ കണക്കുകൾ വന്നല്ലോ. തുടങ്ങാം. പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, റീറ്റെയിൽ പണപ്പെരുപ്പ്, അതായത് CPI. അത് 77 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി, 2.1%. 2.1%, അത് വളരെ കുറവാണല്ലോ. അതെ. മറ്റൊന്ന്, മൊത്ത വ്യാപാര പണപ്പെരുപ്പം, WPI. അത് 20 മാസത്തിനു ശേഷം ആദ്യമായിട്ട് നെഗറ്റീവായി, -0.13%. പ്രധാന കാരണം ഭക്ഷ്യവസ്തുക്കളുടെ വില കുറഞ്ഞു, അതുപോലെ ക്രൂഡ് ഓയിലിന്റെ വിലയും. ശരി. അപ്പോ പ്രിലിംസിന് ഇത് ഇന്ത്യൻ ഇക്കോണമിയുടെ ഭാഗത്ത് വരുമല്ലേ? ഈ CPI, WPI, പണപ്പെരുപ്പം എന്നൊക്കെ പറയുന്നത്. മീൻസിലോ? മെയിൻസ് GS പേപ്പർ 3 ഇന്ത്യൻ ഇക്കോണമിയിൽ ഇത് പ്രധാനമാണ്. കുറച്ച് കോൺസെപ്റ്റ്സ് ഓർക്കുന്നത് നല്ലതാണ്. പണപ്പെരുപ്പം, CPI, WPI, പിന്നെ പണച്ചുരുക്കം അഥവാ ഡീഫ്ലേഷൻ. ഡിഫ്ലേഷൻ. അതെ. പിന്നെ ബേസ് എഫക്റ്റ്. ഈ രണ്ട് സൂചികകളും, അതായത് CPIയും WPIയും ഒരേ സമയം കുറയുന്നത് സമ്പദ്വ്യവസ്ഥയിലെ ചില മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. മെയിൻസിന് വേണ്ടി നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ കുറഞ്ഞ പണപ്പെരുപ്പം സമ്പദ്വ്യവസ്ഥയ്ക്ക് നല്ലതാണോ? ജനങ്ങളുടെ വാങ്ങൽ ശേഷി കൂടില്ലേ? തീർച്ചയായും അത് നല്ലൊരു കാര്യമാണ്. വാങ്ങൽ ശേഷി കൂടും. പിന്നെ RBIക്ക് പലിശ നിരക്ക് കുറയ്ക്കാൻ ഒരു അവസരം കിട്ടിയേക്കാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുടർച്ചയായി വിലകൾ വല്ലാതെ ഇടിഞ്ഞാൽ അത് ഡിഫ്ലേഷനിലേക്ക് പോകാം. അത് സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമായേക്കാം. കർഷകരുടെ വരുമാനത്തെയും ബാധിക്കും. അപ്പോൾ ഒരു ബാലൻസ് വേണം, വളർച്ചയും വിലസ്ഥിരതയും തമ്മിൽ. ശരിയാണ്. അടുത്ത വിഷയം കാസിരംഗയാണല്ലോ. അസമിലെ കാസിരംഗ, അവിടുത്തെ പുൽമേടുകളിലെ പക്ഷി സർവേ. അതെ, അവിടെ നടത്തിയ സർവേയിൽ 43 ഇനം പക്ഷികളെ കണ്ടെത്തി. അതിൽ തന്നെ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡായ ബംഗാൾ ഫ്ലോറിക്കനുണ്ട്. ഓഹോ. പിന്നെ എൻഡേഞ്ചേർഡായ ഫിൻസ് വീവർ, അതുപോലെ 6 ഇനം വൾണറബിൾ വിഭാഗത്തിലും പെടുന്നു. ഇതിലെന്താ പുതുമ? അവര് ശബ്ദം റെക്കോർഡ് ചെയ്യാൻ പാസീവ് അക്കോസ്റ്റിക് റെക്കോർഡേഴ്സ് എന്നൊരു പുതിയ ടെക്നോളജി ഉപയോഗിച്ചു. അതാണൊരു പ്രത്യേകത. ഇത് പ്രിലിംസിന് എൻവയോൺമെന്റ് ഭാഗത്ത് വരുമല്ലോ. ബയോഡൈവേഴ്സിറ്റി, പ്രൊട്ടക്റ്റഡ് ഏരിയാസ്, IUCN സ്റ്റാറ്റസ് ഒക്കെ. തീർച്ചയായും. കാസിറംഗയെക്കുറിച്ച് ഓർക്കണം. അസം, ബ്രഹ്മപുത്ര, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം, യുനെസ്കോ സൈറ്റൊക്കെ. പിന്നെ IUCN കാറ്റഗറികൾ, ഈ പറഞ്ഞ CR, EN, VU. പിന്നെ ആ ഫിൻസ് വീവറിനെ കുറിച്ച് ഒരു കാര്യം, അതൊരു ഇൻഡിക്കേറ്റർ സ്പീഷീസാണ്. ഇൻഡിക്കേറ്റർ സ്പീഷീസ് അതെന്താണ്? അതായത് ആ പക്ഷിയുടെ സാന്നിധ്യം ആ പുൽമേടിന്റെ ആരോഗ്യം നല്ലതാണെന്ന് കാണിക്കുന്നു. ഒരു സൂചകമാണ്. കൊള്ളാം. ഇനി നമുക്ക് അന്താരാഷ്ട്ര വിഷയത്തിലേക്ക് കടക്കാം. ഇന്ത്യ-യൂറോപ്പ് ബന്ധങ്ങൾ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഈ ബന്ധത്തിന്. യൂറോപ്പ് തന്ത്രപരമായ സ്വയംഭരണാവകാശം അഥവാ സ്ട്രാറ്റജിക് ഓട്ടോണമി നേടാൻ ശ്രമിക്കുന്നു. ഇന്ത്യ ആണെങ്കിൽ മൾട്ടി അലൈൻമെന്റ് എന്ന നിലപാടിലാണ്. അതായത് പലരുമായും സഹകരിക്കുക. അമേരിക്ക-ചൈന മത്സരത്തിനിടയിൽ ഇതൊരു പ്രധാന നീക്കമാണല്ലേ? അതെ. ഇന്ത്യയും യൂറോപ്പും ഒരു ബഹുമുഖ ലോകക്രമത്തിന്, മൾട്ടിപോളാർ ഓർഡറിനു വേണ്ടി നിലകൊള്ളുന്നു. വ്യാപാരം, ടെക്നോളജി, പ്രതിരോധം, നിക്ഷേപം, ഇതിലൊക്കെ സഹകരണം കൂടുന്നുണ്ട്. EU FDI 70% വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ അത് കാണാമല്ലോ. IMEC പദ്ധതിയെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. ഉണ്ട്. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ, അതൊരു പ്രധാന പദ്ധതിയാണ്. പക്ഷേ യൂറോപ്പിന്റെ ചില പോളിസികൾ, ഉദാഹരണത്തിന് CBAM, അതിൽ ഇന്ത്യക്ക് ആശങ്കയുണ്ട്. CBAM, കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. അതെ, ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് കാർബൺ ടാക്സ് ഇടുന്ന പരിപാടി. ഇത് പ്രിലിംസിനും മെയിൻസ് GS പേപ്പർ 2 ബൈലാറ്ററൽ റിലേഷൻസിനും പ്രധാനമാണ്. ഓർക്കേണ്ട വാക്കുകൾ: സ്ട്രാറ്റജിക് ഓട്ടോണമി, മൾട്ടി അലൈൻമെന്റ്, മൾട്ടിപോളർ ഓർഡർ, CBAM, IMEC. അപ്പോൾ മെയിൻസിൽ ഇതിന്റെ സാധ്യതകളും വെല്ലുവിളികളും വിശകലനം ചെയ്യണം. തീർച്ചയായും. സാമ്പത്തിക വളർച്ച, ടെക്നോളജി, പ്രതിരോധം, ഇതൊക്കെ അവസരങ്ങളാണ്. വെല്ലുവിളികൾ ഈ CBAM പോലുള്ള വ്യാപാര തടസ്സങ്ങളും മറ്റും.
എങ്ങനെ ഈ ബന്ധം കൂടുതൽ ദൃഢമാക്കാം എന്നതാണ് ചോദ്യം. അടുത്തത് സ്റ്റെം രംഗത്തെ ലിംഗവിടവ്, ഇന്ത്യയിലെ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട വിഷയം. അതെ, ഇന്ത്യയിൽ സ്റ്റെം ബിരുദധാരികളിൽ 43% പേർ സ്ത്രീകളാണ്. ഇത് ലോകത്തിൽ തന്നെ ഉയർന്ന നിരക്കാണ്. അത് നല്ല കാര്യമല്ലേ? വെറും 27% മാത്രമാണ് സ്ത്രീകൾ. ഒരു ലീക്കി പൈപ്പ്ലൈൻ എന്നതിനെ പറയാം. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം? സ്ത്രീധന തൊഴിൽ പങ്കാളിത്ത നിരക്ക് FLFPR മൊത്തത്തിൽ 41.7% ഉയർന്നിട്ടുണ്ട്. പക്ഷേ നഗരങ്ങളിൽ അത് കുറവാണ്, 25.4%. സാമൂഹികമായ ചില മുൻവിധികൾ, സുരക്ഷിതമല്ലാത്ത തൊഴിലിടങ്ങൾ, ഇതൊക്കെ കാരണങ്ങളായി പറയാം. ഇത് പ്രിലിംസിലെ സോഷ്യൽ ഇഷ്യൂസ് ഇക്കോണമി ഭാഗത്തും മെയിൻസില് GS 1, 2, 3 പേപ്പറുകളിലും വരും അല്ലേ? അതെ, GS1-ൽ വിമൻ, GS2-വിൽ എഡ്യൂക്കേഷൻ HR, GS3-ൽ ഇൻക്ലൂസീവ് ഗ്രോത്ത്. കീ കോൺസെപ്റ്റ്സ്: സ്റ്റെം, FLFPR, ജെൻഡർ ബജറ്റിംഗ്, എഡ്യൂക്കേഷൻ എംപ്ലോയ്മെന്റ് ഗ്യാപ്പ്. ഇത് വലിയൊരു മാനവ മൂലധന നഷ്ടം തന്നെയല്ലേ? വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിനിത് തടസ്സമാകുമോ? തീർച്ചയായും തടസ്സമാണ്. ഇതിന് വ്യവസായങ്ങൾ മുന്നോട്ടു വരണം, മെന്റർഷിപ്പ്, ട്രെയിനിംഗ് ഒക്കെ നൽകണം, സാമൂഹിക മനോഭാവം മാറണം, സുരക്ഷിതത്വം, തുല്യവേതനമൊക്കെ ഉറപ്പാക്കണം. ശരി, ഇനി അടുത്തത് വളരെ വേദനിപ്പിക്കുന്നൊരു വിഷയമാണ്: സ്ത്രീധന മരണങ്ങൾ. NCRB ഡാറ്റ നോക്കിയാൽ ശരിക്കും ഞെട്ടും. 2017-22 കാലത്ത് ഒരു വർഷം ശരാശരി 7000 സ്ത്രീധന മരണങ്ങൾ. 7000-മോ? അതെ. അന്വേഷണം വളരെ പതുക്കെയാണ്, ശിക്ഷാനിരക്ക് അതിലും കുറവ്. 6500 കേസ് വിചാരണ നേരിട്ടാൽ അതിൽ 100 എണ്ണത്തിൽ താഴെയാണ് ശിക്ഷ വിധിക്കുന്നത്. 90% കേസുകൾ കെട്ടിക്കിടക്കുന്നു. ഏറ്റവും കൂടുതൽ എവിടെയാണ്? പശ്ചിമ ബംഗാൾ, ഒഡീഷ, ബീഹാർ സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ. നഗരങ്ങളിൽ ഡൽഹി മുന്നിൽ. ഇത് നിയമത്തിന്റെ പ്രശ്നമാണോ അതോ? നിയമങ്ങൾ ശക്തമാണ്. ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961, IPC 304B, ഡൗറി ഡെത്ത്, 498A, ക്രൂവൽറ്റി, ഇതൊക്കെയുണ്ട്. പക്ഷേ നിയമം നടപ്പാക്കുന്നതിലെ വീഴ്ച, കാലതാമസം, പിന്നെ സമൂഹത്തിന്റെ മനോഭാവം, ഇതൊക്കെയാണ് പ്രശ്നം. പ്രിലിംസിന് നിയമവശങ്ങളും NCRBയും, മെയിൻസിന് GS1 വുമൺ, GS2 ലോസ് ഫോർ വൾണറബിൾ സെക്ഷൻസിലും ഇതുവരും. അതെ, നിയമവും യാഥാർത്ഥ്യം തമ്മിലുള്ള അന്തരം, നീതിന്യായ വ്യവസ്ഥയുടെ പ്രശ്നങ്ങൾ, പുരുഷാധിപത്യ ചിന്താഗതി, ഇതൊക്കെ ചർച്ച ചെയ്യണം. പരിഹാരം എന്ന് പറയുന്നത് നിയമം കർശനമാക്കുക, ബോധവൽക്കരണം, സ്ത്രീ ശാക്തീകരണം ഒക്കെ തന്നെയാണ്. ഇനി വീണ്ടും സമ്പദ്വ്യവസ്ഥയിലേക്ക്. ഇന്ത്യയുടെ നിക്ഷേപമാന്ദ്യം എന്താണ് അവിടെ സംഭവിക്കുന്നത്? വ്യാവസായിക ഉൽപ്പാദന സൂചികയായ IIP വളർച്ച കുറഞ്ഞു. 9 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ 1.2%. സർക്കാർ പലതും ചെയ്തു. കോർപ്പറേറ്റ് നികുതി കുറച്ചു, മൂലധന ചെലവ് കാപ്പെക്സ് കൂട്ടി, പലിശ കുറച്ചു. എന്നിട്ടും സ്വകാര്യ നിക്ഷേപം കൂടുന്നില്ലേ? കാര്യമായിട്ട് കൂടുന്നില്ല. ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായ കാലക്കി പറയുന്നത്, ലാഭമല്ല നിക്ഷേപമുണ്ടാക്കുന്നത്, നിക്ഷേപമാണ് ലാഭമുണ്ടാക്കുന്നത് എന്നാണ്. പക്ഷേ ഡിമാൻഡില്ലെങ്കിൽ ആരും നിക്ഷേപം നടത്തില്ലല്ലോ. അപ്പോ സർക്കാർ ചിലവാക്കുന്ന കാപ്പെക്സിന് ഉദ്ദേശിച്ച ഫലം കിട്ടുന്നില്ലേ? പൂർണ്ണമായിട്ടില്ല. ചിലപ്പോൾ പദ്ധതികൾ വൈകുന്നതുകൊണ്ടാകാം, അല്ലെങ്കിൽ ഇറക്കുമതി കൂടുന്നതുകൊണ്ടാകാം, കുറഞ്ഞ തൊഴിൽശേഷി കൊണ്ടാകാം. സർക്കാർ നയം ലാഭമുണ്ടായാൽ നിക്ഷേപം വരും എന്ന ചിന്തയിലാണോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ഇത് പ്രിലിംസിൽ IIP, ഇൻവെസ്റ്റ്മെന്റ്, കാപ്പെക്സ് എന്നിവയും, മെയിൻസ് GS3-ൽ ഇക്കോണമി, ഇൻവെസ്റ്റ്മെന്റ് മോഡൽസ് എന്ന ഭാഗത്തും വരും അല്ലേ? അതേ, കൺസെപ്റ്റ്സ് ഓർക്കണം. IIP, കാപ്പെക്സ്, ക്രൗഡിംഗ് ഇൻ, ക്രൗഡിംഗ് ഔട്ട്, പ്രോഫിറ്റ് ഇൻവെസ്റ്റ്മെന്റ് കോസാലിറ്റി, എക്സോജീനിയസ് സ്റ്റിമുലസ്. അപ്പോ പരിഹാരം? സപ്ലൈ സൈഡ് മാത്രം നോക്കിയാൽ പോരാ, ഡിമാൻഡ് സൈഡ് നടപടികളും വേണം. അതായത് മൊത്തത്തിലുള്ള ഡിമാൻഡ് കൂട്ടണം. തൊഴിൽ നൽകുന്ന പദ്ധതികൾ, MGNREGA, ലക്ഷ്യമിട്ടുള്ള കാപ്പെക്സ്, ബിസിനസ് ചെയ്യാനുള്ള എളുപ്പം, ഇതൊക്കെ വേണം. ശരി. അടുത്തത് പ്രതിരോധ വാർത്തയാണ്. താലിസ്മാൻ സേബർ 2025, ഓസ്ട്രേലിയയിൽ നടക്കുന്ന സൈനിക അഭ്യാസം. ഇത് ഓസ്ട്രേലിയയുടെ ഏറ്റവും വലിയ മിലിറ്ററി എക്സസൈസ് ആണ്. തുടക്കത്തിൽ US, ഓസ്ട്രേലിയ മാത്രമായിരുന്നു 2005-ല്. ഇപ്പോഴോ? ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെ 19 രാജ്യങ്ങൾ പങ്കെടുക്കുന്നു. ഒരു ബഹുപക്ഷി അഭ്യാസമായി മാറി. ആദ്യമായി ഓസ്ട്രേലിയയ്ക്ക് പുറത്ത് പാപ്പുവ ന്യൂഗിനിയിലും നടക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രത്യേകതകൾ? അമേരിക്കയുടെ ഹെമോസ് റോക്കറ്റ് സിസ്റ്റം ഉപയോഗിച്ചു. പിന്നെ ചൈനീസ് ചാരക്കപ്പലുകൾ നിരീക്ഷിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു വാർത്തയുമുണ്ട്.
ഇത് പ്രിലിംസിൽ IR ഡിഫൻസ് എക്സസൈസസ് ഭാഗത്ത് ഓർത്തുവെക്കണം. അതെ. എന്താണ് അഭ്യാസം, എന്തിനാണ് സൈനിക സഹകരണം, ഇന്ത്യയുടെ പങ്കാളിത്തം, ഇൻഡോ പെസിഫിക്, ക്വാഡ്, ഹെമാസ്, ഇതൊക്കെ നോക്കണം. അവസാനമായി 2027 സെൻസസും ആൻഡമാൻ നിക്കോബാർ ആദിവാസി ഗോത്രങ്ങളെയും കുറിച്ചുള്ള വാർത്ത. 16ാമത് സെൻസസ് ഈ ഗോത്രങ്ങളെ സംബന്ധിച്ച് കുറച്ചുകൂടി എളുപ്പമാവുമെന്നാണ് പറയുന്നത്. കാരണം സർക്കാരുമായുള്ള ബന്ധം മെച്ചപ്പെട്ടു, ആരോഗ്യ പദ്ധതികളൊക്കെ എത്തുന്നുണ്ട്. ആൻഡമാനിലെ പ്രധാന ഗോത്രങ്ങൾ ഏതൊക്കെയാണ്? PVTG സ്റ്റാറ്റസ് ഉള്ളവർ. അവിടെ 6 പ്രധാന ഗോത്രങ്ങളുണ്ട്. അതിൽ 5 എണ്ണവും PVTGകളാണ്, പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ്. ജാറവ, ഗ്രേറ്റ് ആൻഡോമനീസ്, ഷോംബെൻ, ഓങ്കെ, സെന്റിനലീസ്. അവരുടെ ജനസംഖ്യ കൂടുന്നുണ്ടോ? ജാറവയുടെ ജനസംഖ്യ 260-ൽ നിന്ന് 647 വർദ്ധിച്ചു എന്നത് നല്ല കാര്യമാണ്. PM ജയൻമാൻ പോലുള്ള പദ്ധതികൾക്ക് ഈ സെൻസസ് ഡേറ്റ വളരെ പ്രധാനമാണ്. പക്ഷേ ആൻഡമാൻ ട്രങ്ക് റോഡ് ATR ഒരു പ്രശ്നമായി നിലനിൽക്കുന്നുണ്ടല്ലോ. ഉണ്ട്, അതൊരു വലിയ വെല്ലുവിളിയാണ്. വികസനവും ഈ ഗോത്രങ്ങളുടെ സംരക്ഷണവും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാമെന്നത് എപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. പ്രിലിംസിന് സെൻസസ്, ST, PVTG, ട്രൈബ്സ്, PM ജയൻമാൻ ഒക്കെ പ്രധാനമാണ്. മെയിൻസിലും GS1, GS2 പേപ്പറുകളിൽ വരാം. ശരി. അപ്പോ ഇന്നത്തെ പ്രധാന വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇന്നത്തെ ഈ വിശകലനത്തിന്റെ ഒരു സംഗ്രഹം മാത്രമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ പൂർണ്ണമായ വിശകലന വീഡിയോ കാണുന്നതിന് ലേണേഴ്സ് IAS ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പ്രതിമാസം 300 രൂപയ്ക്ക് വീഡിയോ കാണുക. നാളെ കാണാം. പോകുന്നതിന് മുൻപ് ഒരു ചിന്ത പങ്കുവയ്ക്കാം. സ്റ്റെം രംഗത്ത് ഇത്രയധികം സ്ത്രീകൾ പഠിച്ചിറങ്ങിയിട്ടും എന്തുകൊണ്ടാണ് തൊഴിൽ രംഗത്ത് അവർ പിന്നോട്ടു പോകുന്നത് എന്നതിന് നമ്മുടെ സാമൂഹിക ഘടനയിൽ എത്രത്തോളം പങ്കുണ്ട്? ഒന്നാലോചിച്ചു നോക്കൂ.